ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ചിക്കൻ സ്റ്റഫ് ചെയ്ത ബൺ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. ഇളം ചൂടുള്ള വെള്ളം അരക്കപ്പ് ഒഴിക്കാം. പഞ്ചസാര 2 ടീസ്പൂൺ, ഈസ്റ്റ് 7 ഗ്രാം. എനിക്കൊരു പാക്കറ്റാണ് വന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഈസ്റ്റൊന്ന് നന്നായിട്ട് പൊന്തി വരട്ടെ. വെള്ളത്തിൻ്റെ ചൂട് കൂടിയാൽ ഈസ്റ്റൊക്കെ ആക്ടിവേറ്റ് ആവില്ല, അതൊക്കെ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് ഇളം ചൂട് വെള്ളം ഓർത്തൊഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഇത്തിരി പതയൊക്കെ പോലെ വന്നിട്ടുണ്ട്. ഈസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇനി 1 കപ്പ് ഫ്ലോർ, പിന്നെ ഏകദേശം ഒരു 50 ഗ്രാമും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ, പിന്നെ ഒരു മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും കേട്ടോ. ഇനി കൈ അല്ലെങ്കിൽ മെഷീൻ ഉപയോഗിച്ച് 25 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏകദേശം 1 ടീസ്പൂൺ എണ്ണ കയ്യിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇത് ആ ഒരു സ്റ്റിക്കിനെസ് അവോയ്ഡ് ചെയ്യാനും ഡീഹൈഡ്രേറ്റഡ് ആവാണ്ടിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീണ്ടും ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം 2 ടീസ്പൂൺ ഓയിൽ ഉപയോഗിച്ച് മാവ് ഒരു ഈർപ്പുള്ള തുണി വെച്ച് കവർ ചെയ്യണം. തുണി നനച്ചിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം കേട്ടോ. ഇനി ഫില്ലിംഗ് ഞാൻ ബേസിക്കാണ്, നമ്മുടെ കട്ട്ലേറ്റിൻ്റെയൊക്കെ ഒരു ഫില്ലിംഗാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വിസിൽ ചെയ്തതിനെടുത്തതിന് ശേഷം സവാള ഒന്ന് നന്നായിട്ട് വഴച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കും. നോർമൽ നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ മിക്സ്. മാവ് കണ്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരിത്തിരി ഫ്ലോറ് കയ്യിൽ ഡസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഞാൻ ആ സ്ഥലത്തും റോൾ ചെയ്യണം. ഇപ്പം ഞാൻ ഒരു ടേബിളാണ് ഉപയോഗിച്ചത്, അവിടെയും ഞാൻ മാവ് ഇട്ടിട്ടുണ്ട്, ഒട്ടിപ്പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഒരു 6 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഭയങ്കര സ്റ്റിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ഇത്തിരി പൊടി കത്തിയിലൊന്ന് തൂവി കൊടുത്താൽ മതി, പക്ഷെ അല്ലാണ്ട് കട്ട് ചെയ്ത് കിട്ടും. ഇനി ഇത് നമുക്ക് ഓരോ ബോൾസായിട്ട് എടുക്കണം. ഇനി ബോൾസ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ബോൾസായിട്ട് ഒന്ന് എടുത്ത് മാറ്റി വെക്കാം. ഇതും ഒരു തുണി കൊണ്ട് കവർ ചെയ്യാം. ഇതൊക്കെ നമ്മളുടെ ഈ മാവ് ഡ്രൈ ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബോൾ എടുത്തിട്ട് ഒരു റൊട്ടിയുടെ ഷേപ്പിൽ പരത്തിയതിന് ശേഷം ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫില്ലിംഗ് ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ടെക്നിക്ക് ഫോളോ ചെയ്താൽ മതി. നമുക്ക് നല്ല അടിപൊളി ബൺ കിട്ടും കേട്ടോ. ഫില്ലിംഗ് ആഡ് ചെയ്തു, ഒന്നിങ്ങനെ പൊതിയുക. അതിന് ശേഷം കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. മൊത്തം കട്ട് ചെയ്തോളൂ കേട്ടോ, അറ്റം അങ്ങനെ വിട്ടു പോന്നോട്ടെ. എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നല്ല ഗോർജിയസ് ആയിട്ടുള്ള നല്ല വെറൈറ്റി ബൺ നിങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അറ്റം വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വെക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അറ്റം ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. റോൾ ചെയ്തതിന് ശേഷം ഞാൻ അറ്റം രണ്ടും ഇങ്ങനെ വെച്ചാലും മതി, ബേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൂട്ടി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതുപോലെ തന്നെ ബാക്കി എല്ലാ മാവും ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ് നമുക്ക് ചിക്കനോ വെജിറ്റബിളോ സ്വീറ്റോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇതൊരു ഈർപ്പുള്ള തുണി കൊണ്ട് 30 മിനിറ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഈ സമയത്ത് ഒരു മുട്ട ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് എഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഫ്സ് ഒക്കെ ചെയ്യണ പോലെ ഒന്ന് മുട്ടയോണ്ടൊന്ന് നമ്മളിതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്, നല്ല ഒരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 12 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി രുചികരമായിട്ടുള്ള നല്ല വെറൈറ്റി ചിക്കൻ സ്റ്റഫ്ഡ് ബൺ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഡിന്നറായിട്ടോ സ്നാക്കായിട്ടോ കഴിക്കാം. ഞങ്ങൾ എന്തായാലും ഒരു ഡിന്നറായിട്ടാണ് കഴിച്ചത്. അപ്പോൾ നല്ല രസമായിരുന്നു, ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുക, അല്ലെങ്കിൽ സ്കൂളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി സർക്കിളിലൊക്കെ. അപ്പോൾ